ദൈവത്തിന് സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ ഈ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് വേദഭാഗങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടൽ, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കുക അത്ര വേണ്ടത്. നമ്മുടെ കർത്താവ് പറയുന്നു, അടുത്തു പോകരുത്, പ്രാർത്ഥിക്കുക, മറുപടിയുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകരുത്, എല്ലാം ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്, മറുപടിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ ചെയ്തത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും ദാവീദ് രാജാവിനുള്ള ബന്ധത്തിൽ ദൈവം പ്രവർത്തിച്ച ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 7-ാമത്തെ വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. ദൈവം തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി ദൈവത്തിൻ്റെ ചെവികളിലെത്തി. നോക്കുക, മറ്റൊരു സന്ദർഭത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ദൈവം അതിനെ മറുപടി കൊടുത്തതിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നൊരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദാവീദ് രാജാവിൻ്റെ ജീവിത അന്ത്യത്തോടുള്ള അവസരത്തിൽ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോട് അടുക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 ശമൂവേൽ 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തൻ്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി രാഫ മക്കളിൽ ഇസ്മി ബെനോബാബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയയുടെ മകനായ അബീശായി അവന് തുണയായി വന്നു, ഫെലിസ്ത്യനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിൻ്റെ ഭൃത്യന്മാർ ദാവീദിനോട്, നീ ഇസ്രായേലിൻ്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. നോക്കുക, ദാവീദിൻ്റെ ജീവിതാരംഭത്തിൽ മല്ലനായ ഗോലിയാത്തിനെ കല്ലെറിഞ്ഞ് താഴെയിട്ട് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ഇസ്രായേൽ കന്യകമാർ പാടത്തക്ക വിധത്തിൽ വലിയ വീരം പ്രവർത്തിച്ച ദാവീദ് ജീവിത അന്ത്യത്തോടടുക്കുന്ന സന്ദർഭത്തിൽ ഒരു യുദ്ധക്കളത്തിൽ വെച്ച് പരാജയപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഒരു മല്ലനായ മനുഷ്യൻ തന്നെ വെട്ടിക്കൊല്ലുവാനുള്ളൊരു സാഹചര്യത്തിൽ ദാവീദ് എത്തിച്ചേർന്നു. പ്രായാധിക്യമുണ്ട്, ക്ഷീണമുണ്ട്. അതിൻ്റെ നടുവിൽ തളർന്നുപോയ സന്ദർഭം. അവൻ വെട്ടിയെന്ന് വിചാരിച്ചു, മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അതാണ് 22-ന്റെ 7 നമ്മൾ വായിച്ചത്. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു.
ദൈവം തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി ദൈവത്തിൻ്റെ ചെവികളിലെത്തി. നോക്കുക, ഈ സാഹചര്യത്തിൽ ദൈവത്തെ താൻ വിളിച്ചു, നിലവിളിച്ചു. ആ നിലവിളി രേഖപ്പെടുത്തിയിരിക്കുന്നത് 144 സങ്കീർത്തനത്തിലാണ്. 5 മുതലുള്ള വാക്യങ്ങൾ: യഹോവേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ, മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ, അവിടുത്തെ അസ്ത്രങ്ങൾ എയ്ത് അവരെ തോൽപ്പിക്കണമേ, ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നോക്കുക, ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ യുദ്ധക്കളത്തിലാണ് ദാവീദായിരിക്കുന്ന. പട്ടാള ശക്തമായ യുദ്ധത്തിന് വേണ്ടി വരികയാണ്. വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ നടുവിൽ ദാവീദ് ക്ഷീണിച്ചു പോയി. പ്രായത്തിൻ്റെ ക്ഷീണമുണ്ട്, തളർന്നുപോയ സാഹചര്യമുണ്ടായ സന്ദർഭത്തിൽ വലിയൊരു മല്ലനായ മനുഷ്യൻ തന്നെ കൊല്ലുവാൻ വരികയാണ്. അവിടുന്ന് വരികയാണ്. താൻ ഒറ്റപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ആ സമയത്ത് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. യഹോവേ, ആകാശം ചായ്ച്ചിറങ്ങി വരണമേ, ദൈവമേ അവിടുന്ന് ഇറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ. പ്രശ്നങ്ങളുടെ വലിപ്പമനുസരിച്ച് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് പർവ്വതം. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം, നീ ആര്? ദേവാലയം പണിക്ക് തടസ്സമായി നിൽക്കുന്ന വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അതിനെ ഒരു പർവ്വതമായിട്ട് ചിത്രീകരിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പർവ്വതം എന്ന് പറയുമ്പോൾ പ്രശ്നത്തിൻ്റെ വലിപ്പത്തെയാണ് കാണിക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ്. അത് പുകയാക്കി മാറ്റുവാൻ ദൈവം ഇറങ്ങി വന്ന് തൊടണം. ദൈവം തൊടുമ്പോൾ ആ വലിയ പർവ്വതം പുകയായി മാറും. അതാണ് ദാവീദ് പ്രാർത്ഥിക്കുന്ന, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ, മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ, അവിടുത്തെ അസ്ത്രങ്ങൾ എയ്ത് അവരെ തോൽപ്പിക്കണമേ, ഉയരത്തിൽ തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഉയരത്തിൽ നിന്ന് ദൈവമേ അവിടുത്തെ കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥന, മന്ദിരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കേട്ടപ്പോൾ ദൈവം പെട്ടെന്ന് ശെരൂയയുടെ മകനായ അബീശായിയെ അവിടേക്ക് അയച്ച് ഫെലിസ്തീനെ വെട്ടിക്കൊന്നു. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ 21-ാം അധ്യായത്തിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. 22-ൽ ദാവീദ് പാട്ടുപാടുകയാണ് ദൈവത്തിന്. ആ പാട്ടാണ് 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ സന്തോഷത്തോട്, എൻ്റെ ദൈവം എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും ആകുന്നു, എൻ്റെ പാറയായ ദൈവം, ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കും. എൻ്റെ പരിചയം, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും അവിടുന്ന് തന്നെയാണ്. എൻ്റെ രക്ഷിതാവേ, അങ്ങനെ സാഹസത്തിന് രക്ഷിക്കുന്നു. സ്തുത്യനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ശത്രുക്കളിൽ നിന്ന് അങ്ങനെ രക്ഷിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മരണത്തിൻ്റെ തിരമാല എന്നെ വളഞ്ഞു, ദുഷ്ടതയുടെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളവാസങ്ങൾ എന്നെ ചുഴന്നു, മരണത്തിൻ്റെ കണികൾ എൻ്റെ മേൽ വീണു. നോക്കുക, ആ സാഹചര്യത്തെ അദ്ദേഹം ഓർത്ത് പാടുകയാണ്. എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചു. ആ സമയത്ത് എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. ദൈവം തന്നെ മന്ദിരത്തിൽ എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി ദൈവത്തിൻ്റെ ചെവികളിലെത്തി. നോക്കുക, താൻ നിലവിളിച്ചപ്പോൾ പറഞ്ഞ ഭാഗം എന്താണ്? മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ,
അവിടുത്തെ അസ്ത്രങ്ങൾ ഇത് അവരെ തോൽപ്പിക്കണമേ. ഉയരത്തിന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചെങ്കിൽ അദ്ദേഹത്തിന് വിടുതൽ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? നന്ദി പറഞ്ഞ ഭാഗം, ഭൂമി ഞെട്ടിവിറച്ചു, പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൈവം എഴുന്നേറ്റു. ഭൂമി ഞെട്ടിവിറച്ചു, ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി, ദൈവം കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി, ദൈവത്തിൻ്റെ മൂക്കിൽ നിന്ന് പുകപൊങ്ങി, ദൈവത്തിൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു, തീക്കനൽ ദൈവത്തിങ്കിൽ നിന്ന് ജ്വലിച്ചു, ദൈവം ആകാശം ചായ്ച്ചിറങ്ങി, കൂരുകൾ ദൈവത്തിൻ്റെ കാൽക്കീഴുണ്ടായിരുന്നു, ദൈവം കെരൂബിനെ വാഹനമാക്കി പറന്നു, കാറ്റിൻ ചിറകിന്മേൽ പ്രത്യക്ഷനായി, ദൈവം അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി, ജലാശയവും കനത്ത മേഘങ്ങളും കൂടെ ദൈവത്തിൻ്റെ മുമ്പിലുള്ള പ്രകാശത്താൽ തീക്കനൽ ജ്വലിച്ചു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു, ദൈവം അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. നോക്കുക, ദാവീദ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ, അവിടുത്തെ അസ്ത്രങ്ങൾ എയ്ത് അവരെ തോൽപ്പിക്കണമേ. വിടുതൽ കിട്ടിയപ്പോൾ ദാവീദ് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു. ദൈവം 2 ശമൂവേൽ 22-ാം വാക്യം, ദൈവം അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 144 സങ്കീർത്തനം 7-ാം വാക്യം, ഉയരത്തിന് തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ, പെരുവെള്ളത്തിൽ നിന്ന് അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. വിടുതൽ കിട്ടിയ ദാവീദ് ദൈവത്തിന് നന്ദി പറയുമ്പോൾ 2 ശമൂവേൽ 22:17, ദൈവം ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എൻ്റെ ഈ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. യഹോവ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരിക്കുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു. നോക്കുക, ദാവീദ് ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചോ, എങ്ങനെ പ്രാർത്ഥിച്ചോ, അതുപോലെ തന്നെ ഉള്ളുത്തരമാണ് ദൈവം നൽകിയത്. ദാവീദ് ബലശാലിയായിരുന്നെങ്കിലും ക്ഷീണിച്ചു പോയ സന്ദർഭമുണ്ട്. നമ്മൾ ബലശാലികളാണെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ നടുവിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. എല്ലാം എതിരായിത്തീരുമ്പോഴും ഒറ്റ വഴിയേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്, അത് നിലവിളിയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്ന മടുത്തു പോകരുത്, പ്രാർത്ഥിക്കുക, വിടുതലുണ്ട്. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു, ദൈവമേ അവിടുന്ന് ഇറങ്ങി വരണമേ, അവിടുന്ന് ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ. ദൈവം ഇറങ്ങി വന്നു. ഉയർത്ത് കൈ നീട്ടി എന്നെ രക്ഷിക്കണമേ. ദൈവം കൈ നീട്ടി തന്നെ രക്ഷിച്ചു. താൻ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് മുഴുവൻ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് വ്യക്തമായി മനസ്സിലാക്കി ദാവീദ് രാജാവ് ദൈവത്തിന് നന്ദി പറയുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ കടന്നു വന്ന സന്ദർഭങ്ങളൊക്കെ ദൈവം വിടുവിച്ചതിനെ എല്ലാം ഓർത്തുകൊണ്ട് പിന്നെയും താൻ ദൈവത്തിന് നന്ദി പറയുന്ന പാട്ടാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത്. 18-ാം സങ്കീർത്തനമായിട്ട് പിന്നീട് ആ പാട്ടുപുസ്തകത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാമത്തെ വാക്യം, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം ദാവീദ് യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്നാണ്. നോക്കുക, സകല വിഷയത്തിൽ ദൈവം വിടുവിച്ച കാര്യത്തെ ഓർത്തുകൊണ്ട് അവസാനം ഒരു ഫെലിസ്ത്യൻ വന്ന് തന്നെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായപ്പോൾ അതിൻ്റെ നടുവിലും ദൈവം ഇറങ്ങി വന്ന് തനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് ഓർത്തുകൊണ്ട്
ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടാണ്. ഇന്നെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, ഏത് സാഹചര്യത്തിന് നടുവിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അനേക ദൈവദാസന്മാരുടെ ജീവിത ചരിത്രം നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുമ്പോൾ അങ്ങനെയുള്ള അനേക സന്ദർഭങ്ങൾ ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്തിനാണ് എഴുതിയിരിക്കുന്നത്? സകലഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ വേണ്ടിയാണ് ഈ സാക്ഷികളുടെ സമൂഹത്തെ ഈ പുസ്തകത്തിലുള്ളത്. ഈ വിശുദ്ധ ബൈബിളിൽ അനേക സാക്ഷികളുണ്ട്. സാക്ഷികളുടെ സമൂഹം എന്തിനു വേണ്ടി നിൽക്കുന്നു? പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ഓട്ടത്തിൽ ക്ഷീണിച്ചു പോകാതെ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന സാക്ഷികളുടെ സമൂഹമാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ. അതുകൊണ്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നൽകിയിരിക്കുന്ന സാക്ഷികളുടെ സമൂഹമാണ് പഴയ നിയമത്തിലെ ദൈവദാസന്മാരും ദൈവദാസിമാരും. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ് സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെക്കുറിച്ച് പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസ വീരന്മാരായിരിക്കുന്ന ദൈവദാസന്മാരുടെ ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ സാക്ഷികളുടെ വലിയ സമൂഹത്തെ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആത്മീയമായി ക്ഷീണിച്ചുപോയ യെരുശലേമിലെ വിശ്വാസികളായിരിക്കുന്ന എബ്രായരെ വീണ്ടും ആത്മീയത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന തിരുവെഴുത്താണ് എബ്രായ ലേഖനം. അത് ഏത് കാലഘട്ടത്തിലുള്ള ദൈവമക്കൾക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ആത്മീയ നിലവാരം ഒരുപോലെയല്ല, വേരിയേഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരിക്കലും ക്ഷീണിച്ചു പോകരുത്. അതുകൊണ്ട് എബ്രായ വിശ്വാസികളെ മടക്കി വരുത്തുവാൻ എഴുതിയ വേദഭാഗം 10-ാം അധ്യായത്തിൽ 35 വാക്യങ്ങൾ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നീ എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കണമെന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസ വീരന്മാരുടെ പട്ടിക ഇവിടെ നിർത്തുക. ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാരുടെ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരൊക്കെ വിശ്വാസ സാക്ഷ്യം ലഭിച്ചു, വിശ്വാസത്താൽ അവർ അനുഗ്രഹം പ്രാപിച്ചവരാണ്. അങ്ങനെ ചില ദൈവദാസന്മാരുടെയും ദൈവദാസിമാരുടെയും പേരുകൾ പരാമർശിച്ച് അവരെക്കുറിച്ച് അല്പകാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് 11-ാം അധ്യായം 32-ാം വാക്യം മുതൽ ഇനി എന്തു പറയുന്നു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെക്കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസം അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സുമുഖങ്ങളെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായിത്തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. നോക്കുക, പല വിശുദ്ധന്മാരെക്കുറിച്ചും ദൈവദാസന്മാരെക്കുറിച്ചും പേരുകൾ പരാമർശിച്ച് അവർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ വിശ്വാസത്താൽ നേടിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ട്
ഇനി എന്തു പറയണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, അതിനുശേഷം ദാവീദ് എന്നിവരെയും. അപ്പോൾ വിശ്വാസവീരന്മാരുടെ പട്ടികയിലെ ഒരു പ്രധാന പേരാണ് ദാവീദ്. വിവരിപ്പാൻ സമയം പോരാ, കാരണം തിരുവെഴുത്ത്, പഴയ നിയമ തിരുവെഴുത്തിൽ ആ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നാൽ അവർ വിശ്വാസത്താൽ ചെയ്ത 10 കാര്യങ്ങളാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത്. ആ 10 കാര്യങ്ങൾ വിശ്വാസത്താൽ അവർ ഈ ഭൂമിയിൽ വെച്ച് നേടിയവരാണ്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സമൂഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ വിശ്വാസത്താൽ അവർ മറുപടി കണ്ടെത്തിയ കാര്യമാണ്. 10ാമത്തെ കാര്യം, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. നോക്കുക, വിശ്വാസത്താൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ മറുപടി കണ്ടെത്തിയ വിശ്വാസ വീരന്മാരും വിശ്വാസ വീരകളുമായിരിക്കുന്ന സഹോദരിമാരുടെ ഭാഗം ഇവിടെ ഉദ്ധരിച്ചിരിക്കുക. 2 സ്ത്രീകളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ സരഹഫാത്തിലെ വിധവ വിശ്വാസ തൻ്റെ മകനെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ പ്രാപിച്ചു. എലീശയുടെ കാലഘട്ടത്തിൽ വിശ്വാസത്താൽ തൻ്റെ മകനെ മടക്കി വരുത്തി. ഒരാൾ ദരിദ്രയായ സ്ത്രീ എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നു, മറ്റൊരാൾ ധനികയായ സ്ത്രീ ആയിരുന്നു. അപ്പോൾ 2 ഭാഗത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വിശ്വാസത്താൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ മറുപടി കണ്ടെത്തിയ വിശ്വാസവീരന്മാരാണ്. എന്നാൽ 2 ഗ്രൂപ്പ് സാക്ഷികളെയാണ് എബ്രായ ലേഖനം 11 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പാണ് 35-ാം അധ്യായം, എബ്രായ ലേഖനം ഒന്നാമത്തെ ഗ്രൂപ്പാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 35-ന്റെ പകുതി വരെയുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 35-ാം വാക്യത്തിൻ്റെ പകുതി വരെ ഉള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. 2ാം ഗ്രൂപ്പ്, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമായിട്ടു എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് മറുപടി വേണ്ട, അതും കൂടെ ചേർത്ത് സ്വർഗത്തിൽ മതി, ഉദ്ധാരണം വേണ്ട. കാരണം മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം, ഈ ഭൂമിയിൽ മറുപടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭേദ്യമേറ്റു. താഴോട്ട് എങ്ങനെയുള്ള ഗ്രൂപ്പുകാരുടെ പേരെഴുതിയിരിക്കണം. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജഡയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നോക്കുക, 2ാമത്തെ ഗ്രൂപ്പ് അനേക കഷ്ടങ്ങൾ കടന്നു പോയപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വെച്ച് ഞങ്ങൾക്ക് മറുപടി വേണ്ട, ഇതുകൂടെ ചേർത്ത് അവിടെ മതി എന്ന് പറഞ്ഞ 2ാമത്തെ ഗ്രൂപ്പ്. 2 ഗ്രൂപ്പാണ് സാക്ഷികളുടെ സംഭവം. ഇപ്പോൾ ഈ ഭൂമിയിൽ കഷ്ടത മാത്രമാണെന്ന് ദൈവവചനം പറയുന്നില്ല. ഈ ഭൂമിയിൽ കഷ്ടത മാറി ജീവിക്കണമെന്ന് ദൈവവചനം പറയുന്നില്ല. നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ മനോഭാവവും നമ്മുടെ വിശ്വാസവും ഒക്കെ അനുസരിച്ചാണ് അതിൻ്റെ മറുപടി ലഭിക്കുന്നത്. ഈ 2 ഗ്രൂപ്പ് ആളുകളെക്കുറിച്ച് പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നൊരു സന്ദർഭത്തിൽ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 1 വാക്യങ്ങൾ, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന് വന്ന് നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവ് വിശ്വസ്തൻ. കർത്താവ് നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നോക്കുക, പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ കത്തെഴുതുമ്പോൾ വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ.
നമുക്ക് പോരാട്ടമുള്ളത് ജലരക്തങ്ങളോടെയല്ല. നമുക്ക് മനുഷ്യരോട് പോരാട്ടമില്ല, പക്ഷെ മനുഷ്യർക്ക് നമ്മോട് പോരാട്ടമുണ്ട്. അതിന് നടുവിൽ നമ്മൾ പോരാടുകയല്ല, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്വന്തം പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹം ഭയപ്പെട്ടിട്ടാണോ അങ്ങനെ പറഞ്ഞ? അല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യത്തിൽ വിശ്വാസം എല്ലാവർക്കുമില്ലല്ലോ. ഓരോരുത്തരുടെ വിശ്വാസം അളവിൻ്റെ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളെ നേരിടേണ്ടത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് ദൈവത്തിങ്കൽ നിന്ന് മറുപടി പ്രാപിക്കുന്നത്. പൗലോസ് അപ്പോസ്തലന് ഈ ലോകത്തിലെ കാര്യത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നിത്യതയിൽ താൻ പ്രാപിക്കാൻ പോകുന്ന കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ കൂടെയുള്ള വിശ്വാസികൾ അത്രയും വളർച്ച പ്രാപിക്കാത്തവരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ 2 വിഭാഗം ആളുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സാക്ഷികളുടെ സമൂഹത്തിൽ 2 ഗ്രൂപ്പ് ആളുകളുണ്ട്. നമ്മൾ ആത്മീയ വളർന്ന് നമുക്ക് വിശ്വാസത്തിൽ വളരെ ഉറപ്പുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെ നേരിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. എന്നാൽ ഇവിടെ പ്രാപിക്കേണ്ട വിഷയങ്ങളുടെ നിലവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് വിശ്വാസ വീരന്മാരെ ഈ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷികളുടെ സമൂഹമായിട്ടാണ്. ദാവീദ് ആ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് നമ്മളിവിടെ വായിച്ചു കേട്ടു. അങ്ങനെയാണെങ്കിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ദൈവം അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിൽ, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് തിരുമുഖത്തേക്ക് പിന്നെയും നോക്കുന്നു. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശം ചായ്ച്ചിറങ്ങി വന്നു, ഉയരത്തിൽ കൈ നീട്ടി ദാവീദ് രാജാവിനെ വിടുവിച്ച സംഭവം ദൈവം എഴുതിയിരിക്കുന്നത് ഇന്ന് ചിന്തിപ്പാനിടയായി തന്നല്ലോ. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ദാവീദിൻ്റെ പേര് പരാമർശിച്ചത് ഇന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാനിടയായി തന്നല്ലോ. ദാവീദിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ അറിയിക്കുന്നല്ലോ. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്ത് ഓരോരുത്തരും വിടുവിക്കണമേ. ഉയർന്ന് കൈ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണം. ഏത് മണ്ഡലത്തിലാണോ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അതാത് മണ്ഡലങ്ങളിൽ അതാത് വിഷയത്തിൻ്റെ മറുപടികൾ അതാത് സ്ഥലത്ത് അതാത് സമയത്ത് അവിടുന്ന് വെളിപ്പെടുത്തണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബദ്ധന്മാരെ വിടുവിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. പ്രാർത്ഥന ദൈവം കേട്ടതിനാ സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല.